വിഘ്നേശ്വരായ നമഃ. ആസ്ട്രോ വിജയ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് മിഥുനലഗ്നത്തെക്കുറിച്ചാണ്. കാലവർഷൻ്റെ മൂന്നാമത്തെ രാശിയാണ് മിഥുനം. മിഥുനത്തിൻ്റെ ലഗ്നാധിപൻ ബുധനാണ്. മിഥുനലഗ്നത്തിൻ്റെ ലഗ്നാധിപനായി വരുന്നത്. ബുദ്ധിശക്തിയുടെ കാരകത്വമാണ് ബുധന് മുഖ്യമായും പറഞ്ഞിട്ടുള്ളത്. ഈ ലഗ്നത്തിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവത്തിൽ ഏറ്റവും മുഖ്യമായുള്ളത് ഇവർ വളരെ ബുദ്ധിശാലികളാണ് എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനെയും ഏത് രീതിയിൽ സമീപിക്കണമെന്നും ആ കാര്യം നേടിയെടുക്കുന്നതിൽ വളരെയധികം ബുദ്ധിസാമർഥ്യമുള്ളവരായിരിക്കും. ആരോടും തന്നെ ഇവർ കോപം പ്രകടിപ്പിക്കാറില്ല. മറിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ ഇവരുടെ കാര്യം നേടിയെടുക്കുന്നതിൽ ഇവർ സമർത്ഥരായിരിക്കും. ഈ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാകുകയും ആ ചന്ദ്രൻ ഈ ലഗ്നത്തിൻ്റെ 12ാം ഭാവത്തിൽ ഉച്ചനാകുകയും ചെയ്യുന്നത് കൊണ്ട് ധനം വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ കയ്യിൽ വന്നു ചേരുകയും പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ ഇവർ അത് ചെലവാക്കുകയും ചെയ്യുന്നു. കാര്യമായൊന്നും മിച്ചം വയ്ക്കുവാൻ ശ്രമിക്കാറില്ല. ഈ ഒരു കാര്യം മാത്രം മിഥുനലഗ്നക്കാർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവരുടെ ഭാവി വളരെയധികം ശോഭനമായിരിക്കും. ഇവർക്ക് പൊതുവെ ഈ പ്രാക്ടിക്കൽ നോളജ് കുറച്ച് അധികമായിരിക്കും. ഏതൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഇവർ അറിയില്ല എന്ന് പറയില്ല. അതിന് വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. വിദ്യാഭ്യാസം കുറച്ചേ ഉള്ളൂവെങ്കിൽ കൂടി PhD എടുത്തവരെ പോലെയാണ് ഇവർ സംസാരിക്കുക. ഇതിന് കാരണം ബുദ്ധിശക്തിയുടെ അധിപനായ ബുധനാണ് ഇവരുടെ ലഗ്നാധിപൻ എന്നുള്ളത് കൊണ്ടതാണ്. പൊതുവെ അക്കൗണ്ടിങ്, ബാങ്കിങ്, ലോയർ എന്നീ ഫീൽഡിൽ മിഥുനലഗ്നക്കാരുണ്ടെങ്കിൽ വളരെയധികം ശോഭിക്കുന്നതാണ്. ബിസിനസ് ഫീൽഡിലാണെങ്കിൽ ഇവർ വളരെയധികം ലാഭമെല്ലാം നേടിയാലും വരവറിയാതെ ചെലവഴിക്കുന്ന ഇവരുടെ സ്വഭാവം കാരണം ബിസിനസ് ഇവർക്ക് അത്രയധികം യോജിക്കാറില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. ഇനി നമുക്ക് മിഥുനലഗ്നത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. മിഥുനലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾക്കുള്ള നല്ല ദശാകാലങ്ങൾ ഏതൊക്കെയൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഇതാണ് മിഥുനലഗ്നം. കാലവർഷൻ്റെ മൂന്നാമത്തെ രാശിയാണ്. ലഗ്നാധിപനായ ബുധൻ തന്നെയാണ് ഏറ്റവും ഗുണഭോക്താവായിട്ട് മിഥുനലഗ്നത്തിന് ആദ്യമായി വരിക. കാരണം ലഗ്നത്തിൻ്റെ ആധിപത്യവും 4 എന്ന കേന്ദ്രഭാവത്തിൻ്റെ ആധിപത്യമാണ് ബുധനെ സിദ്ധിച്ചിട്ടുള്ളത്. 4 എന്ന കേന്ദ്രത്തിൻ്റെ ആധിപത്യം കുറച്ച് കേന്ദ്രാധിപത്യ ദോഷമുണ്ട് എന്ന് പറയാറുണ്ടെങ്കിൽ കൂടി ആ ദോഷം ഒരു കേന്ദ്രത്തിൻ്റെ ഏറ്റവും ബലം കുറഞ്ഞ കേന്ദ്രമായതുകൊണ്ടും പിന്നെ ലഗ്നത്തിൻ്റെ ആധിപത്യം ലഭിച്ചതുകൊണ്ടും ബുധൻ ദോഷം ചെയ്യുന്നില്ല. വളരെയധികം ഗുണം ചെയ്യുന്ന ദശ തന്നെയാണ് മിഥുനലഗ്നക്കാർക്ക് ബുധദശയെ കൊണ്ട് ലഭിക്കാറുള്ളത്. അതിനടുത്തത് ശുക്രദശയാണ്. ശുക്രൻ മിഥുനലഗ്നത്തിൻ്റെ അധിപനായ ബുധനും ശുക്രനും ഉത്തമ മിത്രങ്ങളാണ്. കൂടാതെ ലഗ്നത്തിൻ്റെ 5 എന്ന ത്രികോണഭാവത്തിൻ്റെ ആധിപത്യം കൂടി ശുക്രനെ സിദ്ധിച്ചിരിക്കുന്നു. ത്രികോണാധിപത്യം സിദ്ധിച്ചുകൊണ്ട് ശുക്രൻ വളരെയധികം ഗുണഭോക്താവായിട്ടാണ് മിഥുനലഗ്നത്തിന് നൽകാറുള്ളത്. 12 എന്ന ഭാവത്തിൻ്റെ ആധിപത്യം ഉണ്ടെങ്കിൽ കൂടെ 5 എന്ന നല്ലൊരു ത്രികോണത്തിൻ്റെ ആധിപത്യമുള്ളതുകൊണ്ട് ശുക്രൻ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ദശയായിട്ടാണ് മിഥുനലഗ്നക്കാർക്ക് വരിക. മൂന്നാമതായി ശനിയാണ്. ശനിയും ശുക്രനെ പോലെ ബുധൻ്റെ ഉത്തമ മിത്രമാണ്. കൂടാതെ ലഭിച്ചിരിക്കുന്ന ആധിപത്യം 8 അഷ്ടമത്തിൻ്റെയും 9ാം ഭാവത്തിൻ്റെതുമാണ്. 9ഉം നല്ലൊരു ത്രികോണഭാവമാണ്. ഈ ത്രികോണഭാവത്തിൻ്റെ ആധിപത്യം സിദ്ധിച്ചുകൊണ്ട് ശനി ശുഭനായി മാറുന്നു. അഷ്ടമത്തിൻ്റെ ആധിപത്യം ഉണ്ടെങ്കിൽ കൂടെ ത്രികോണഭാവത്തിൻ്റെ ആധിപത്യവും ലഗ്നാധിപനായ ബുധൻ്റെ മിത്രവുമായതുകൊണ്ട് ശനിദശ മിഥുനലഗ്നക്കാർക്ക് ഗുണമാണ് കൂടുതലും ചെയ്യാറുള്ളത്. അതിനടുത്തത് രാഹുവാണ്. രാഹുവും ശനിയെ പോലെ തന്നെയാണ്. ലഗ്നാധിപനായ ബുധൻ്റെ ഉത്തമ മിത്രമാണ്. അതേപോലെ തന്നെ ഉത്തമമിത്രമായതുകൊണ്ടും ഏകദേശം ശനിയെപ്പോലെ തന്നെ രാഹു പ്രവർത്തിക്കുക എന്നുള്ളതുകൊണ്ടും മിഥുനലഗ്നക്കാർക്ക് രാഹുദശ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും. 2 ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനുമാണ്. സൂര്യൻ ബുധനെ ഏകദേശം ഒരു സമൻ എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുക. സൂര്യൻ ലഭിച്ചിരിക്കുന്ന ആധിപത്യം ഈ ചിങ്ങൻ രാശിയാണിത്. ചിങ്ങത്തിൻ്റെ അധിപനാണ്. 3ാം ഭാവാധിപത്യമാണ്. അതൊരു നല്ല ആധിപത്യമല്ല. ബുധനുമായി ഏകദേശം ഒരു സമൻ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുക.
അപ്പോൾ സൂര്യൻ ഏകദേശം ഒരു മീഡിയം ഒരു ബലമേ ഉള്ളൂ സൂര്യന്. പക്ഷേ ആ സൂര്യനെ ഒന്നുകിൽ ബുധൻ്റെ ശുക്രനുമായിട്ടുള്ള യോഗമോ അല്ലെങ്കിൽ ബുധൻ്റെയോ ശുക്രൻ്റെയോ ദൃഷ്ടിയോ ലഭിക്കുകയാണെങ്കിൽ സൂര്യനും ഒരു ശുഭനെ പോലെ ഈ മിഥുന ലഗ്നക്കാർക്ക് പ്രവർത്തിക്കുന്നു. അതിനടുത്തത് ചന്ദ്രനാണ്. ചന്ദ്രനും ബുധനും ഏകദേശം അത്ര നല്ല ബന്ധത്തിലല്ല. പിന്നെ ലഭിച്ചിരിക്കുന്ന ആധിപത്യം രണ്ടാം ഭാവത്തിൻ്റെയാണ്. ഈ 2 എന്ന ഒരേ ഒരു ഭാവത്തിൻ്റെ ആധിപത്യമാണ് ചന്ദ്രൻ ലഭിച്ചിരിക്കുന്നത്. അതിനൊരു മാരകത്വം കൂടിയുണ്ട്. എങ്കിൽ കൂടി ആ ചന്ദ്രനും ശുക്രൻ്റെയോ ബുധൻ്റെയോ ദൃഷ്ടിയോ യോഗമോ ലഭിച്ചാൽ കുറച്ച് ഗുണം കൂടുതൽ കാണിക്കുന്നതായിരിക്കും. ദോഷഫലം കുറഞ്ഞ് ഗുണഫലം കൂടിത്തരുന്നതായിരിക്കും. ഏകദേശം സൂര്യനും ചന്ദ്രനും ഒരു സമൻ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അടുത്തൊരു സെറ്റ് ഗ്രഹങ്ങളാണ് കേതു, ചൊവ്വ, ഗുരു എന്നിവ. ഇവ മൂന്നും മിഥുന ലഗ്നക്കാർക്ക് അത്ര നല്ലത് ചെയ്യുന്നില്ല. ഇനി അടുത്തത് കേതുദശയാണ്. കേതുദശ പൊതുവെ മിഥുന ലഗ്നക്കാർക്ക് അത്രയധികം യോഗമൊന്നും ചെയ്യാറില്ല. എങ്കിലും ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളോടുള്ള യോഗമോ അവരുടെ ദൃഷ്ടിയോ ലഭിക്കുമ്പോഴോ പിന്നെ ചില പ്രത്യേക കോമ്പിനേഷനുകളിൽ ചില സമയത്ത് കേതു നല്ല ഫലം തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതിനടുത്തത് ചൊവ്വയാണ്. ചൊവ്വ മിഥുന ലഗ്നക്കാർക്ക് അത്ര യോഗകർത്താവല്ല. മിഥുന ലഗ്നത്തിൻ്റെ 6, 11 എന്നീ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ചൊവ്വയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മിഥുന ലഗ്നത്തിൻ്റെ അധിപനായ ബുധനുമായ ശത്രുതയിലുമാണ്. അതുകൊണ്ട് ചൊവ്വാദശ പൊതുവെ മിഥുന ലഗ്നക്കാർക്ക് യോഗകർത്താവ് ആകുന്നില്ല. എങ്കിലും ചില ഉപജയസ്ഥാനങ്ങളിൽ 3, 6, 11 എന്നിവയാണ് ഉപജയസ്ഥാനങ്ങൾ. അതിൽ 3, 11 എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ചൊവ്വ കുറച്ച് ഗുണം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ചൊവ്വ 3, 11 നല്ല ഫലം തരികയാണ് സാധ്യത കൂടുതലുള്ളത്. അതിനടുത്തതായിട്ട് ഗുരുവാണ്. ഗുരുവിന് ലഭിച്ചിരിക്കുന്ന ആധിപത്യം 7, 10 എന്നീ 2 കേന്ദ്രഭാവങ്ങളുടേതാണ്. നൈസർഗിക ശുഭന്മാർക്ക് കേന്ദ്രങ്ങളുടെ ആധിപത്യം ലഭിക്കുമ്പോൾ അവർ പാപരായി തീരുന്നു എന്നതാണ് ഇവിടുത്തെ തത്വം. ഗുരു അതുകൊണ്ട് മിഥുന ലഗ്നത്തിന് യോഗകർത്താവല്ല. 7ാം ഭാവം എന്ന ധനുരാശിയുടെയും 10ാം ഭാവം എന്ന മീനരാശിയുടെ ആധിപത്യമാണ് ഗുരുവിനുള്ളത്. രണ്ടും കേന്ദ്രഭാവങ്ങളാണ്. 2 കേന്ദ്രഭാവങ്ങളുടെ ആധിപത്യം ഗുരുവിന് ലഭിക്കുമ്പോൾ ഗുരു ദോഷനായി മാറുന്നു എന്നാണ്, പാപനായി മാറുന്നു എന്നുള്ളതാണ് തത്വം. എങ്കിലും ഉപജയസ്ഥാനങ്ങളിൽ ഇത് ചൊവ്വയെ പോലെ തന്നെ ഉപജയസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ഗുരു നല്ല ഫലം തരുവാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സൂര്യൻ്റെ വീടായ 3ാം ഭാവത്തിലോ ചൊവ്വയുടെ ക്ഷേത്രമായ 6ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ ഗുരു നിൽക്കുമ്പോൾ ഗുരു ഗുണഫലം തരുവാനുള്ള സാധ്യതയുണ്ട്. നല്ലത് തന്നെയാണ്. 3, 6 എന്ന ഉപജയസ്ഥാനങ്ങൾ ഗുരു നിൽക്കുമ്പോൾ നല്ല ഫലം തന്നെയാണ് തരുന്നത്. ചൊവ്വ ഗുരുവിൻ്റെ മിത്രവും കൂടിയാണ്. അതുകൊണ്ടാണ് ഗുരു ഈ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ നല്ല ഫലം തരുന്നത്. അപ്പോൾ പൊതുവെ ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ നല്ല ഫലങ്ങൾ തരികയും സൂര്യനും ചന്ദ്രനും ഒരു സമൻ എന്ന നിലയിലും കേതു, ചൊവ്വ, ഗുരു എന്നിവ ദോഷഫലം തരുന്ന ഗ്രഹങ്ങളായിട്ടാണ് ഇതില്ലെങ്കിൽ പൊതുവെ പ്രവർത്തിക്കുക. പിന്നെ ഇവർക്ക് ലഭിക്കുന്ന യോഗങ്ങളനുസരിച്ച് ഗുണഫലങ്ങൾ ഏറിയും കുറഞ്ഞും മാറിയും മറിഞ്ഞും ഇരിക്കുന്നതാണ്. ഇനി അടുത്തതായി അടുത്ത വീഡിയോയിൽ കർക്കിടക ലഗ്നത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. നന്ദി, നമസ്കാരം.